الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഭൗതികമായ വിജ്ഞാനവും മതപരമായ വിജ്ഞാനവും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഖുതുബയിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭൗതിക വിജ്ഞാനം മനുഷ്യന് ആവശ്യമാണ്, ഗുണപ്രദമാണ്, പ്രയോജനകരമാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച എത്രമാത്രം പുതിയ അറിവുകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യ ജീവിതത്തിലുണ്ടായ ഗുണപരമായ മാറ്റങ്ങളും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു 50 കൊല്ലത്തിൻ്റെ അന്തരത്തിൽ ചിന്തിച്ചാൽ 50 കൊല്ലം മുമ്പുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സൗകര്യങ്ങൾ 50 കൊല്ലം കൊണ്ടുണ്ടായ മാറ്റം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ആഴ്ചകളോ മാസങ്ങളോ വേണ്ട കാര്യങ്ങൾക്ക് സ്വന്തം വീട്ടിലിരുന്ന് സെക്കൻഡുകളെ കൊണ്ട് കാര്യം നേടാൻ കഴിയുന്ന വിധം ആ അറിവ് വളർന്നു, അത് മനുഷ്യന് പ്രയോജനപ്പെടുത്തുന്നു എന്നും നമുക്കറിയാം. എല്ലാ രംഗത്തും. പക്ഷേ നാം മനസ്സിലാക്കുന്നൊരു സംഗതി, ഇതേ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു അറിവാണോ മനുഷ്യന് ഉപകാരപ്രദമായത് അതേ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ചതിയും വഞ്ചനയും തട്ടിപ്പും സമാന്തരമായി നടക്കുന്നു എന്നത് നമുക്കറിയാമെന്ന്. അറിവെന്നാണ്. ആ അറിവ് കൊണ്ട് മനുഷ്യന് ഗുണപ്രദമായ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നു. അതേ അറിവ് ഉപയോഗിച്ച് വഞ്ചനയും ചതിയും തട്ടിപ്പും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾക്ക് മതപരമായ വിജ്ഞാനത്തിൻ്റെ
ദൈവികമായ ബോധത്തിൻ്റെ ഈ അറിവുകളെ നിയന്ത്രിക്കുകയും മനുഷ്യന് ഗുണപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് മതപരമായ അറിവാണ്, ദൈവികമായ ബോധമാണ്. മതപരമായ അടിസ്ഥാന അറിവുകൾ എല്ലാ മനുഷ്യർക്കും ആവശ്യമായി വരുമ്പോൾ ഭൗതികമായ ഉയർന്ന അറിവുകൾ എല്ലാ മനുഷ്യരും നേടേണ്ടതില്ല. സമൂഹത്തിലെ കുറച്ചു പേർക്കറിഞ്ഞാൽ തന്നെ സമൂഹത്തിന് മൊത്തം അത് പ്രയോജനകരമായി തീരും എന്നും നമ്മുടെ അനുഭവമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ ഇന്നലെ ഒക്കെ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. വൈദ്യുത വകുപ്പ് നമ്മളോട് പറയുന്നു ഡാമുകളിൽ വേണ്ടത്ര വെള്ളമില്ല, അതുകൊണ്ട് വൈദ്യുതിയുടെ നിയന്ത്രണം അനിവാര്യമാണ്. ഉദ്ദേശിച്ച പോലെ പുറത്തുനിന്ന് വൈദ്യുതി കിട്ടുന്നുമില്ല, ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നു. സാധാരണഗതിയിൽ വർഷകാലത്ത് നിയന്ത്രണങ്ങൾ ഉണ്ടാവാറില്ല. ഡാമുകളിലെ വെള്ളം വെറുതെ ഒഴുക്കി കളയേണ്ടി വരുന്നതിനാൽ പരിപൂർണമായും ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. മഴ കുറവാണ്, വെള്ളം കുറവാണ്. അതോടൊപ്പം വിരുദ്ധമായ അനുഭവം, മഴയില്ല, വെള്ളം കുറവ് എന്നതിൻ്റെ ഒപ്പം നേർ വിപരീതമായി മഴ പെയ്യുമ്പോൾ പല ഭാഗത്തും ദുരന്തങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ ചിന്തിക്കണം നമ്മളത്. ഒരു ഭാഗത്ത് മഴ കുറവാണ്, വെള്ളം കുറവാണ്, അതിൻ്റെ പ്രശ്നം നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ ചില പ്രദേശങ്ങളിലെ പെരുമഴകൾ ഉണ്ടാക്കി തീർക്കുന്ന ദുരന്തങ്ങൾ അതിഭയാനകമാണ്. പ്രകൃതി ദുരന്തങ്ങൾ രണ്ട് വിധമുണ്ട്, പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോളൂ. രണ്ട് വിധമുണ്ട്. ഒന്ന്, നമ്മുടെ നിയന്ത്രണത്തിലോ നമ്മുടെ ഇടപെടൽ കൊണ്ടോ സംഭവിക്കാത്ത കാര്യങ്ങളാണ്. ഒന്നും ചെയ്യാനില്ല നമുക്കതിൽ. കാലാവസ്ഥയിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ, ചൂട് കൂടുകയോ തണുപ്പ് വർദ്ധിക്കുകയോ ചെയ്യുന്ന അവസ്ഥകൾ നമ്മളിപ്പോൾ തന്നെ വായിക്കുകയാണ്. യൂറോപ്പിലൊക്കെ അത്യുഷ്ണം കാരണമായി മരണങ്ങൾ സംഭവിക്കുന്നു. ഫ്രാൻസിലും ജർമ്മനിയിലും അമേരിക്കയിലൊക്കെ ചൂട്, അത്യുഗ്രമായ ചൂട്, കാട്ടുതീയുടെ മറ്റൊന്ന് ചൂട്. ആർക്കാണ് ഈ ചൂടിനെ നിയന്ത്രിക്കാൻ ഇവിടെ സാധ്യമാവുക? നമുക്ക് എങ്ങനെ ചൂടിനെ നിയന്ത്രിക്കാൻ കഴിയും? മനുഷ്യൻ മുഖേന സംഭവിക്കുന്ന പ്രശ്നം, അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യരുടെ ഇടപെടൽ കാരണമായി തന്നെ ചില ദുരന്തങ്ങൾ സംഭവിക്കുന്നു. നമുക്കറിയാം, വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലുമൊക്കെ ഉണ്ടായ മഹാദുരന്തം, അനേകം മനുഷ്യജീവൻ നഷ്ടപ്പെട്ട ദുരന്തം, അനേകം പേരുടെ വീടുകളില്ലാതായി തീർന്ന ദുരന്തം, അനേകം പേരുടെ ഉപജീവന മാർഗങ്ങൾ തടയപ്പെട്ട ആ ദുരന്തം, അനേകം പേരുടെ കൃഷി സ്ഥലങ്ങൾ നശിച്ച ആ ദുരന്തം, ഇന്നും ആ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഗവൺമെന്റ് സാധ്യമായ വിധത്തിൽ ചെയ്യുന്നു, രാഷ്ട്രീയ പാർട്ടികൾ സഹായിക്കുന്നു, മതസംഘടനകൾ സഹായിക്കുന്നു, സന്നദ്ധ സംഘങ്ങൾ ആ മനുഷ്യരെ സഹായിക്കാനായി എല്ലാവരും ഒത്തൊരുമിച്ചു. നല്ല കാര്യം. എന്നിട്ടും എല്ലാവർക്കും വീടായി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും എല്ലാവർക്കും വീടായി കഴിഞ്ഞിട്ടില്ല. എല്ലാവരുടെ ഉപജീവന മാർഗം തെളിഞ്ഞു വന്നിട്ടില്ല. കൃഷിഭൂമി നശിച്ചവർക്ക് പകരം കൃഷിഭൂമി ലഭിച്ചിട്ടുമില്ല.
പരിഹരിക്കാൻ പറ്റാത്ത വണ്ണം അതിൻ്റെ ദുരന്തം ഇന്നും നാം അനുഭവിച്ചു കൊണ്ടിരിക്കെ ഇക്കഴിഞ്ഞ ആഴ്ച അതേ ഭൂപ്രകൃതിയോട് ചേർന്ന വയനാട്ടിലെ തന്നെ കല്ലാടി പ്രദേശത്ത്, അവിടെ വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എളുപ്പമെത്താവുന്ന ഒരു തുരങ്കപാതയുടെ നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ വീണ്ടും മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു. മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അവിടുത്തെ ഭൂപ്രകൃതി മഴ പെയ്താൽ വെള്ളം കിരിഞ്ഞിറങ്ങി ചെളിമണ്ണ്, പാറകൾക്കിടയിൽ നിന്ന് മട്ടിമണ്ണ്, ചെളിമണ്ണ് ഒഴുകിപ്പോകുമ്പോൾ ആ വിടവിലേക്ക് വീണ്ടും വെള്ളമിറങ്ങുമ്പോൾ പാറകളെപ്പോലും തിക്കാൻ, സമ്മർദ്ദം കാണിക്കാൻ ജലത്തിന് ശക്തിയുണ്ട്. അപ്പൊ മലയിടിച്ചിലൊക്കെ ഉണ്ടാവുന്നു. അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ പരിശോധിക്കണം. മനുഷ്യൻ അറിവുണ്ടല്ലോ. എല്ലാത്തരം ശാസ്ത്രന്മാരും നമ്മുടെ കയ്യിലില്ലേ? ഉണ്ടല്ലോ. ഭൂപ്രകൃതിയുടെ, കാലാവസ്ഥയുടെ എല്ലാ ശാസ്ത്രവും അറിയുന്നവർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കെ, ആ അറിവുണ്ടായിരിക്കെ തന്നെ എല്ലാ അറിവുകളെയും അവഗണിച്ചുകൊണ്ട് ദുരന്തം വരുത്തി വെക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യൻ നീങ്ങുമ്പോൾ അത് വലിയ നഷ്ടമുണ്ടാക്കി തീർന്നു. അവിടെയാണ് പടച്ചോനെ കുറിച്ചുള്ള ബോധം, മതപരമായ അറിവ്. സൂറത്ത് റൂമിലെ ഒരു ആയത്താണ് നിങ്ങൾക്ക് ആദ്യമായി ഓതി കേൾപ്പിച്ചത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലും നാശം വ്യാപകമായിരിക്കുന്നു. റബ്ബുൽ ആലമീനായ തമ്പുരാനാണ് പറയുന്നത്. കരയിലും കടലിലും, അപ്പൊ ഭൂമി മുഴുവനായി. കരയും കടലും ചേർന്നതാണല്ലോ ഭൂമി. ആ കരയിലും കടലിലും നാശം വ്യാപകമായിരിക്കുന്നു. ബിമാ കസബത്ത് ഐദിന്നാസ്. മനുഷ്യരുടെ കരങ്ങൾ മനഃപൂർവ്വം പ്രവർത്തിച്ചതിന്റെ കാരണമായി. കസബ എന്നാ പറയുന്നത്. ഇക്തസബ എന്ന് പറഞ്ഞ ആ വിഷയം മാറും. ആമന റസൂൽ നമ്മൾ 2 വാക്ക് പഠിച്ചിട്ടുണ്ട്. ഫലഹാമാ കസബത്ത് വഅലൈഹാ മക്തസബത്ത്. 2 വാക്കാ. കസബയുണ്ട്, ഇക്തസബയുണ്ട്. ഇവിടെ കസബാണ് അള്ളാഹ് ഉപയോഗിച്ചത്. ബോധപൂർവം ചെയ്യുന്ന കാര്യത്തെയാണ്, അങ്ങനെ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളെയാണ് കസബ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നത്. മനുഷ്യന്റെ ബോധപൂർവമായ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം വ്യാപകമായിരിക്കുന്നു. ലിയുദീഖഹും, അല്ലാഹ് പറയുന്നു, അവരെ തന്നെ ആസ്വദിപ്പിക്കാൻ. ബഅദല്ലദീ അമിലൂ, അവര് തന്നെ ചെയ്ത പ്രവൃത്തിയുടെ ഫലം മനുഷ്യരെ തന്നെ അനുഭവിപ്പിക്കാൻ വേണ്ടി നാശം വ്യാപകമായിരിക്കുന്നു. ലഅല്ലഹും യർജിഊൻ, എന്നിട്ടെങ്കിലും അവർ ആ തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് മടങ്ങി വരും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് അവരൊന്ന് മടങ്ങി വരും. എന്താ ആവശ്യം? ഈ ഭൂമിയിൽ എന്തൊക്കെ അള്ളാഹ് ചെയ്തത്? ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, മുഴുവനും നിങ്ങൾക്കായി സൃഷ്ടിച്ചതാ. ഈ ഭൂമിയിലെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. പക്ഷേ അവിടെ അമിതമാകുമ്പോൾ, പരിധി ലംഘിക്കപ്പെടുമ്പോൾ അത് നേരെ ദുരന്തമായി ആ മനുഷ്യനെ തന്നെ ബാധിക്കുന്നു എന്നതാണ് സത്യം. എന്താ കരയിലെ ദുരന്തങ്ങൾ? കരയിലെന്താ ദുരന്തങ്ങൾ, നാശങ്ങൾ സംഭവിച്ചത്? ഇപ്പൊ എത്ര സൗകര്യമുള്ള പരിപാടി എന്നറിയോ? കോഴിക്കോട് നിന്ന് വയനാട് എത്താൻ എത്ര മണിക്കൂർ യാത്രാ ദുഷ്കരം ഒക്കെ ശരിയാണ്. കുറച്ച് കിലോമീറ്റർ ഉണ്ടാക്കുന്ന ഒരു തുരങ്കത്തിലൂടെ വളരെ വേഗത്തിൽ നിന്ന് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കും വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്കും എത്താനുള്ള ഒരു സംവിധാനമാണ് ഈ തുരങ്കപാത എന്ന് ആ വിഷയത്തിൽ എന്നേക്കാൾ വിവരം നിങ്ങൾക്കുണ്ട്. പക്ഷെ ആ പ്രദേശത്തിൻ്റെ ഘടന ആ ഒരു പണിക്ക് പറ്റുമോ എന്നതാണ്. ഈ മുൻ അനുഭവത്തിൽ നിന്ന് പോലും പാഠം പഠിച്ചില്ല മനുഷ്യൻ.
ചൂരൽമലയിലും മറ്റിടത്തൊക്കെ ഉണ്ടായ ദുരന്തങ്ങളുടെ ആ പാഠം മനുഷ്യന്മാർക്കൊരു ഒരു സൗകര്യങ്ങളുണ്ടാവും. ഒരു സൗകര്യം കൂടണമെന്നുള്ള മനുഷ്യൻ്റെ സ്വാഭാവികമാണല്ലോ. സൗകര്യങ്ങൾ കൂടണം. ആർക്ക് കൂടണം? ഒരു വ്യക്തിക്ക് സൗകര്യത്തിനായി കുറേ വ്യക്തികൾക്ക് നാശം വന്നാൽ, ഒരു ചെറു സമൂഹത്തിനുള്ള ഗുണത്തിന് വേണ്ടി മൊത്തം മനുഷ്യർക്ക് ദോഷം സംഭവിച്ചാൽ അവിടെയാണ് ഇസ്ലാം ഇടപെടുക. സമൂഹത്തെയാണ് ഇസ്ലാം, വ്യക്തിയേക്കാൾ സമൂഹത്തിൻ്റെ നന്മയാണ് എല്ലാ വിഷയത്തിലും ഇസ്ലാം ലക്ഷ്യമാക്കുന്നത്. അതുവഴി വ്യക്തിയുടെ നന്മയും. മലകളൊക്കെ തുറന്നിട്ടേ ബലമില്ലാത്ത ലോലമായ പാരിസ്ഥിതിക പ്രദേശങ്ങളാണതെല്ലാം. ലോലമാണത്. മനുഷ്യന്റെ ഈ കൈക്രിയയിലൂടെ ഭൂപ്രകൃതിയുടെ ആ മാറ്റങ്ങൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് തിരിച്ചു വരുന്നു എന്നതാണ് അതിൻ്റെ ദോഷങ്ങൾ. അള്ളാഹ് ഭൂമി എങ്ങനെ മനുഷ്യനുണ്ടാക്കിയെന്ന് ഖുർആൻ പറഞ്ഞത് എന്താ? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നു. എന്താ വിരിപ്പിൻ്റെ പ്രത്യേകത? ഒരു കുട്ടി ഏറ്റവും ശാന്തമായി വിശ്രമിക്കാൻ കഴിയുന്ന, ശാന്തമായി ഉറങ്ങാൻ കഴിയുന്ന, ഒരു വലിയവരായാലും പണിയൊക്കെ കഴിഞ്ഞ് അധ്വാനം കഴിഞ്ഞ് അവസാനം വിരിപ്പിലേക്ക് എത്തുമ്പോൾ ഒരു ആശ്വാസം. കുട്ടി എടുത്തു നടന്നിട്ട് ഉറങ്ങാത്ത കുട്ടി ചിലപ്പോൾ വിരിപ്പിൽ കലയൊക്കെ തൊട്ടിൽ കിടത്തിയിട്ട് ആട്ടുമ്പോൾ ആ കുട്ടി ഉറങ്ങിപ്പോകുന്നു. ശാന്തത, സമാധാനം. ആ രീതിയിലാണ് ഭൂമിയെ നിങ്ങൾക്കായി അള്ളാഹ് പടച്ചത്. എന്നിട്ടോ ആ ഭൂമിയിലാണ് ഈ പ്രശ്നങ്ങൾ, ആ ഭൂമിയിൽ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഉറച്ച മണ്ണല്ലാത്ത സ്ഥലങ്ങൾ, കുഴമണ്ണെന്നൊക്കെ പറയില്ല നമ്മള്, വെള്ളം ഒലിക്കുന്ന പോലെ ഒലിച്ചു പോകുന്ന മണ്ണ്. വെള്ളം ഇറങ്ങിയിട്ടാണ്, വെള്ളം ഇറങ്ങുമ്പോൾ തിക്കി അതിലൂടെ ഒലിച്ചു പോകുന്ന മണ്ണ്. ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ലാത്ത പ്രദേശങ്ങളുണ്ട്. റോഡ് മനുഷ്യനാവശ്യമാണ്, റോഡ് മനുഷ്യനാവശ്യമാണ്, പാലങ്ങൾ മനുഷ്യനാവശ്യമാണ്, തുരങ്കപാതകളും മനുഷ്യനാവശ്യമാണ്, കെട്ടിടങ്ങളും മനുഷ്യനാവശ്യമാണ്. ഈ ആവശ്യത്തിൽ ദുരമൂർത്ത മനുഷ്യൻ, പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ കെട്ടിടമുണ്ടാക്കാൻ പാടില്ലാത്തടത്ത് കെട്ടിടമുണ്ടാക്കുന്നു. കെട്ടിടമുണ്ടാക്കാൻ പാടില്ലാത്ത ചതുപ്പ് നില, ചതുപ്പ്. അവിടെയാണ് 20 നിലയിലൊക്കെ ബിൽഡിങ് പണിയുന്നത്. ചതുപ്പ് തൂർത്തിട്ട് ആ ചതുപ്പ് തൂർത്ത പ്രദേശത്ത് സെന്റിന്റെ വില, സ്ക്വയർ ഫീറ്റിന്റെ വില, നമ്മുടെ നാട്ടിൽ നിന്ന് സെന്റിന്റെ വില എന്നൊക്കെ പറഞ്ഞു. ടൗൺ പ്രദേശങ്ങളിലേക്ക് പോകുന്നതോറും അത് സ്ക്വയർ ഫീറ്റിന്റെ വിലയായി മാറും. സെന്റ് പറയില്ല, ഏക്കറൊന്നും അവിടെ പറയാൻ പറ്റില്ല. ഒരു സ്ക്വയർ ഫീറ്റ് ആ വില കണക്കാക്കുമ്പോൾ ഈ ചതുപ്പ് നിലം ഒരു വിലയും കിട്ടാത്ത സ്ഥലം അത് കോടികളായി മാറുമ്പോൾ ഈ മണ്ണിൽ ഈ 20 നില കെട്ടിടം പാടുണ്ടോ ഇല്ലേ എന്ന് ദുരമൂർത്ത മനുഷ്യൻ മറക്കുന്നു. അതിൻ്റെ ഫലം ഉണ്ടാവും. ഒക്കെ മനുഷ്യന് ആവശ്യമാണ്, എല്ലാ ആവശ്യമുള്ളതാണ്. ജലാശയങ്ങൾ മണ്ണിട്ട് തൂർക്കുകയാണ്, തണ്ണീർത്തടങ്ങൾ. അധിക മഴയുണ്ടാകുന്ന കാലത്ത് വെള്ളങ്ങൾ കുറെ കെട്ടി നിർത്താൻ പറ്റുന്ന സ്ഥലമാണ് തണ്ണീർത്തടങ്ങൾ. അത് തൂർത്തിട്ടാണ് പിന്നെയും കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്. നീർച്ചാലുകൾ ഒഴുകുമ്പോ, പ്രിയപ്പെട്ടവരെ, നീർച്ചാലുകൾ, ഭൂപ്രകൃതി, നമ്മുടെ കേരളത്തിന്റെ പ്രകൃതി നമുക്കറിയാലോ. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞാണ്. ഏറ്റവും കിഴക്കറ്റത്ത് ഹൈ റേഞ്ച്, ഉയർന്ന പ്രദേശങ്ങൾ, മലമ്പ്രദേശങ്ങൾ എന്ന് പറയും. പിന്നെ സമതല പ്രദേശങ്ങൾ, ഇടനാട്, പിന്നെ തീരപ്രദേശങ്ങൾ. ഇവിടെ നിന്നൊക്കെ നദികളും കനാലുകളും ഒക്കെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുകയാണ്. ആ ഒഴുക്കിന് തടസ്സം നേരിട്ടാൽ അതിൻ്റെ ദുരന്തവും നമ്മൾ തന്നെ അനുഭവിക്കണം.
ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന, ചിലപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യമല്ലേ. ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലായിടത്തും അടി റോഡ് പറ്റൂല, എല്ലായിടത്തും മേൽപ്പാലം പറ്റൂല. അങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന പല ചാലുകളും അടക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക്. അവിടെ അതിൻ്റെ പ്രശ്നം അനുഭവിക്കാം. നമ്മുടെ എല്ലാ ദിവസവും പത്രം വായിച്ചു നോക്കും നിങ്ങൾ, അതിനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളുണ്ടാവും. വെള്ളക്കെട്ട്, സഞ്ചാരയോഗ്യമല്ലാതായി, സർവീസ് റോഡ് വെള്ളത്തിൽ മുങ്ങി, ഇടക്കിടക്ക് വായിക്കുകയാണ്. ഇത് വലിയ എഞ്ചിനീയറോ ശാസ്ത്രമാവണ്ടല്ലോ. ഇത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പുഴയായിരുന്നാലും കനാലുകളായാലും നീർച്ചാലുകളായാലും അത് തടയപ്പെട്ടാൽ അതിൻ്റെ പ്രശ്നം ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. അള്ളാഹ് നിങ്ങൾക്ക് നല്ല ഭൂമിയാണ് തന്നത്, സൃഷ്ടിച്ചത്, സുഖമായി ജീവിക്കാവുന്നതാണ്. മനുഷ്യകരങ്ങളുടെ അമിതമായ പ്രവർത്തനം കാരണമായി അതേ കാര്യങ്ങൾ ദുരന്തമായി മനുഷ്യന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഭൗതിക വിജ്ഞാനത്തിന്റെ കുറവല്ല, ഭൗതികമായ അറിവിന്റെ കുറവല്ല, അറിവുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യത്തോടെ നമ്മൾ ഇഷ്ടം തോന്നിയാലേ ആ അറിവിനൊക്കെ അവിടെ മാറ്റി നിർത്തണം. ആ അറിവിനൊക്കെ അവിടെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ ഇഷ്ടം, കുറച്ച് പേരുടെ ഇഷ്ടം, വികസനം വേണ്ടേ. ഇതൊക്കെ പറയുമ്പോൾ വികസന വിരോധി എന്ന് പറയപ്പെടാൻ സാധ്യതയുണ്ട്. വികസനം എന്നാൽ എന്താണ്? അവിടെയാണ് വിഷയം. വികസനം വേണം, റോഡ് വേണം, പാലം വേണം, എല്ലാം വേണം. നാം വികസനം എന്ന് പറയുമ്പോൾ മനുഷ്യനെയാണ് ആദ്യം കാണേണ്ടത്. നഗരവികസനം കണ്ടിട്ടില്ലേ? 10,000-ങ്ങളെ കുടിയൊഴിപ്പിച്ചിട്ട് കുറച്ചാൾക്കാരുടെ സൗകര്യത്തിന് വേണ്ടി, കുറച്ചാൾക്കാരുടെ സുഖത്തിന് വേണ്ടി 10,000-ങ്ങളെ കുടിയൊഴിപ്പിക്കുക. അത് വികസനമല്ല. മനുഷ്യർക്കാകമാനം ഗുണപ്രദമാകുന്ന കാര്യം ഏതാണോ അതാണ് വികസനം. 100 ആളെ സുഖത്തിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളെ കണ്ണീര് കുടിപ്പിക്കുന്ന അവിടെ ദീൻ ഇടപെടും, മതവിശ്വാസം അവിടെ ഇടപെടും. അവിടെയാണ് മതവിജ്ഞാനത്തിൻ്റെ പ്രസക്തി. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ നിയന്ത്രണത്തിലെല്ലാം തന്നെ പലതും സംഭവിക്കാം ഈ പ്രകൃതിയിൽ ദുരന്തങ്ങളായി. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതേ സമയത്ത് മനുഷ്യൻ്റെ അത്യധികമായ ഇടപെടൽ കൊണ്ടും ഈ ദുരന്തങ്ങളിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്ന് മനുഷ്യർ മാറി നിൽക്കണം. മനുഷ്യൻ്റെ നന്മക്കാണ്, മനുഷ്യരുടെ നന്മക്കാണ് പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹ് മനുഷ്യരോട് പറയുന്നത് വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയെ മെച്ചപ്പെട്ട സ്ഥിതിയാക്കിയ ശേഷം നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കരുത്, നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കരുത്. വലാ തഗ്സൗ ഫിൽ അർളി മുഫ്സിദീൻ, ഭൂമിയിൽ നിങ്ങൾ ഫസാദുണ്ടാക്കി കുഴപ്പമുണ്ടാക്കല്ലേ മനുഷ്യരോട്. ഇവിടെ ആദ്യം തന്നെ ഊതി വെച്ച ആയത്തിൽ ഫിൽ ബർരി വൽ ബഹർ എന്ന് പറഞ്ഞു. കടലിൽ എന്താ കുഴപ്പം? കരയിലെ കുഴപ്പമില്ല ഇതുവരെ നമ്മൾ പറഞ്ഞത്. കടലിൽ വല്ല കുഴപ്പമുണ്ടാവും? കുഴപ്പമായിക്കൊണ്ടിരിക്കല്ലേ, കടലിലല്ലേ കുഴപ്പം. എത്രയെത്ര എണ്ണ ടാങ്കറുകളാണ് യുദ്ധത്തിൻ്റെ പേരിൽ ഒരു വക, അപകടങ്ങളെ കൊണ്ട് മറ്റൊരു വക. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടലിൽ ലയിക്കുകയാണ്. യുദ്ധം കൊണ്ട് ടാങ്കറുകൾക്ക് നേരെ മിസൈൽ പ്രയോഗിച്ചിട്ട് അത് തകർന്നിട്ട് മനുഷ്യൻ തന്നെ ചെയ്യുന്നതല്ല. അതൊരു ഭൗതികമായി
അറിവല്ലേ? കൃത്യം കപ്പൽ കിടക്കുന്നിടത്തേക്ക് നേരെ ചെന്ന് പതിക്കാവുന്ന മിസൈൽ അവിടെ തന്നെ കൊള്ളുന്ന വിധം വെറുതെ നടക്കൂല്ലോ. നല്ല ഭൗതിക വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ സംഭവിക്കുന്നത്. ആ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടലിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. അതുമാത്രമോ, മനുഷ്യൻ്റെ സുഖത്തിന് വേണ്ടി അതിൻ്റെ ബാക്കി പത്രമാണ് വേസ്റ്റ്. സുഖം കൂടുമ്പോഴും വേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. പണ്ട് വേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ വീടുകളിൽ എന്തിനാ പ്ലാസ്റ്റിക് എടുക്കാൻ പറ്റുക? ഹരിതസേന പണ്ടുണ്ടായില്ലല്ലോ. ഹരിതസേന ഉണ്ടായില്ല, പ്ലാസ്റ്റിക് വേസ്റ്റും ഉണ്ടായില്ല. തേക്കിൻ്റെ ഇലയിലൊക്കെ നമ്മൾ പച്ചക്കറിയോ ഇറച്ചൊക്കെ മേടിച്ചിരുന്നത് തേക്കിൻ്റെ ഇലയിൽ. അത് വേസ്റ്റ് ആവാറില്ല, അത് മണ്ണിനോട് ലയിച്ചു ചേരുന്നതാണ്. മനുഷ്യൻ സുഖം കൂട്ടിയപ്പോൾ വേസ്റ്റ് കൂടി. ഈ വേസ്റ്റുകൾ നദികളിലൂടെ, കനാലുകളിലൂടെ അവസാനം ചെന്നു ചേരുന്നതും കടലിൽ തന്നെ. കൂടാതെ ഇടനാടുകളിലെ ഫാക്ടറികൾ, ആ ഫാക്ടറികൾ പുറത്തുവിടുന്ന മാരകമായ വാതകങ്ങൾ, മാരകമായ വിഷകരമായ മലിനജലങ്ങൾ, അതും ഒഴുകിയിട്ട് എവിടേക്ക് തന്നെ വരും? അതും കടലിലേക്ക് തന്നെ. ഇടയ്ക്ക് നോക്കിയോ, കായലിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. കായലിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി എന്ന് വായിക്കാറില്ലേ? നമ്മുടെ വീട്ടിലെ കിണറ്റിലോ പൈപ്പുകളിലോ നല്ല ജലം കിട്ടുമ്പോഴും ഇടയ്ക്ക് നമ്മൾ ചിലത് പറയില്ല, അതിപ്പോൾ ഇവിടെ നിന്ന് കെട്ടി വയ്ക്കേണ്ട കാര്യമില്ല, നല്ല മിനറൽ വാട്ടർ വാങ്ങാൻ കിട്ടും. നല്ല കമ്പനിയുടെ മിനറൽ വാട്ടർ. പിന്നെ വായിക്കണേ, പെരിയാറിൽ നേരിട്ടടിച്ച് നിറച്ചിരുന്നു. ഒരു മിനറലും ഇല്ല, ഒരു ശുദ്ധീകരണവും ഇല്ല. പെരിയാറിൽ നിന്ന് നേരിട്ട് പമ്പ് ചെയ്ത് ബോട്ടിലിംഗ് നടത്തിയിട്ട് മിനറൽ വാട്ടർ എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നു. നമ്മുടെ നല്ല വെള്ളം നമ്മൾ കൊണ്ടുപോകാതിരിക്കുകയും ശുദ്ധീകരിക്കാത്ത വെള്ളം നമ്മൾ കുടിക്കുകയും ചെയ്യും. കാശ് കൊടുത്ത് വാങ്ങിച്ചു. കാശില്ലാതെ കിട്ടുന്ന വെള്ളം നമ്മൾ ഒഴിവാക്കിയിട്ട് സുഖത്തോടുള്ള മനുഷ്യൻ്റെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണങ്ങളെ സ്ത്രീകൾക്ക് മടിയല്ലേ? ഇപ്പോ കരിയും പുകയും കൂടിയില്ല. കരിയും പുകയില്ലാതെ ഭക്ഷണം പാകം ചെയ്യാൻ നമ്മുടെ പാത്രത്തിൽ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന് നമ്മൾ ഉദ്ദേശിച്ച വസ്തു ഉപയോഗിച്ച് നമ്മൾ ഉദ്ദേശിച്ച പാത്രത്തിൽ ശ്രദ്ധയോടെ തയ്യാറാക്കാം ആരോഗ്യകരമായ ഭക്ഷണം. അത് മടിക്കുന്ന പെണ്ണുങ്ങൾ മാരകമായ സാധനങ്ങൾ ചേർത്ത ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തി മക്കൾക്ക് കൊടുക്കുന്നു. എങ്ങനെയാണ് നമ്മളുടെ സുഖം നമുക്ക് തന്നെ ദുരന്തമാവുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം അതാണ്. ഇപ്പോൾ ഓരോ വീട്ടിലും അനുഭവിക്കണം. വിരുന്നുകാർ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, വിളിച്ചു പറഞ്ഞാൽ മതി, അപ്പം കൊണ്ടുവരും. ഒരു വസ്തു നമുക്ക് നല്ല കിട്ടാനുണ്ട്. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് പഴങ്ങളും പച്ചക്കറികളും അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു. ലഹ്മൻ തരിയ, സമുദ്രത്തിൽ നിന്ന് പുതുമാംസം നിങ്ങൾക്ക്, പുത്തൻ മാംസം നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അള്ളാഹു തന്നു. ഇപ്പൊ കിട്ടുന്ന മാസം കഴിഞ്ഞിട്ട് ആ മത്സ്യം പുതുമാംസം എന്ന് പറഞ്ഞില്ലേ, കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് കേടുവരാതെ സൂക്ഷിച്ച് നമ്മൾ പോയിട്ട് ഒരു കുഴപ്പമില്ലാത്ത ഇന്ന് പിടിച്ചു കൊണ്ടുവന്ന മീൻ പോലെ തോന്നും നമുക്ക്. മാരകമായ കെമിക്കലാ ഉപയോഗിച്ചിരിക്കുന്നത്. പച്ചക്കറി, പഴങ്ങൾ, എന്തൊരു നന്മയാണ് റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമുക്ക് നൽകിയത്. എന്നിട്ട് അത് ലാഭക്കൊതി കൊണ്ട് അതിനും മാരകമായ വിഷങ്ങൾ, കീടനാശിനികളായി ഉപയോഗിച്ചിട്ട് അത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിക്കുന്ന വീട്ടിലെ അംഗങ്ങൾ, പുരുഷനോ സ്ത്രീയോ, ഒരു പച്ചമുളകിന്റെ തൈ മുറ്റത്ത് നട്ടു വളർത്താൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. പച്ചമുളക്, കറിവേപ്പില, അതുപോലത്തെ ഒക്കെ ഉണ്ടല്ലോ. ഇത് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും.
നമുക്ക് ചെയ്യാവുന്നത് ചെയ്തുകൂടെ? എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നല്ല പാല് കിട്ടുമോ നമുക്ക്? പാക്കറ്റ് പാൽ ഉൽപ്പന്നങ്ങൾ, മോര്, തൈരൊക്കെ എല്ലാത്തിലും കെമിക്കൽസ് ചേർത്തിട്ടാണ് കേടാവാതിരിക്കുന്നത്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പാഠങ്ങളിലൊന്നാണ് നിന്റെ സുഖത്തിന് വേണ്ടി മറ്റൊരാൾക്ക് നീ ദ്രോഹം വരുത്തരുത് എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മുസ്ലിം തൻ്റെ സഹോദരനെ വഞ്ചിക്കില്ല, ചതിക്കില്ല, ആക്രമിക്കില്ല. ഏതുവരെ പറഞ്ഞെന്നറിയോ? സ്വന്തം വീട് ഉയർത്തിപ്പണിയില്ല, അയൽവാസിക്ക് കാറ്റും വെളിച്ചവും തടയുന്ന വിധത്തിൽ. നോക്കിയേ, തൊട്ടടുത്ത ചെറിയൊരു വീടില്ലേ, താഴത്ത് കുഞ്ഞു വീട്, അവർക്ക് കാറ്റ് തടയുന്ന വിധത്തിൽ സ്വന്തം വീട് ഉയർത്തിപ്പണിയില്ല മുസ്ലിം. അവർക്ക് സ്ഥലമുണ്ട്, പണിയാൻ സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിങ്ങനെ ഉയർത്തിപ്പണിതാൽ അയൽവാസിയുടെ കാറ്റ് തടയപ്പെടുമോ എന്നുപോലും നോക്കുന്നവനാണ് മുസ്ലിം. ആലോചിച്ചു നിങ്ങൾ. നിങ്ങളുടെ മക്കൾക്ക് പഴങ്ങൾ നൽകുമ്പോ പ്രിയപ്പെട്ടവരെ ആലോചിക്കണം. അയൽവക്കത്തെ കുഞ്ഞുങ്ങളെ പരിഗണിക്കണം നിങ്ങൾ. അതിനുമില്ലെങ്കിൽ നിങ്ങളെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അയൽവക്കത്തെ കുട്ടികൾക്ക് കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കുന്ന പഴങ്ങളുടെ തോല് പുറത്തിടരുത്. ആ കുട്ടികൾ കളിക്കാൻ വരുമ്പോൾ ആ തോല് കാണരുത്, കുഴിച്ചു മൂടണം. ആ കുഞ്ഞു മനസ്സ് വേദനിക്കും. അല്ലാഹുവിന്റെ റസൂൽ, കാരുണ്യത്തിന്റെ റസൂൽ പഠിപ്പിക്കാം. ഇതാണ് ദീൻ. മനുഷ്യരെ ചതിച്ച് വഞ്ചിച്ച് എങ്ങനെയെങ്കിലും എന്തൊക്കെ ഉണ്ടാക്കാന്നല്ല. അയൽവക്കത്ത് കൊടുക്കാനില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന പഴങ്ങളുടെ തൊലി പുറത്തിട്ടാൽ അടുത്ത വീട്ടിലെ കുട്ടി കളിക്കാൻ വരുമ്പോൾ അത് കാണൂലേ? ഓ, എനിക്ക് കിട്ടിയില്ലാന്ന് മാത്രമല്ല ആ കുട്ടി ചിന്തിക്കുള്ളൂ. കുഴിച്ചു മൂടണം. അതുവരെ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ അനുയായികളാണ് നമ്മൾ. സാധ്യമായിടത്ത് നമുക്ക് സാധ്യമാവാത്ത കാര്യങ്ങളെ പറ്റി പറഞ്ഞു. റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുക എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മനുഷ്യ നിർമ്മിത ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.